ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഭാരതത്തിന് കരുത്ത് പകരുന്ന മറ്റൊരു സുപ്രധാന വാർത്ത. നമ്മുടെ വടക്കൻ അതിർത്തികളിൽ ഇന്ന് മുഴങ്ങുന്നത് വികസനത്തിന്റെയും ഒപ്പം കരുത്തുറ്റ പ്രതിരോധത്തിന്റെയും ശബ്ദമാണ്. ഉത്തരാഖണ്ഡിലെ തണുത്തുറഞ്ഞ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടി ഉയരത്തിൽ ഇന്ത്യ ഒരു വമ്പൻ സൈനിക പാത നിർമ്മിക്കുകയാണ്. മുളിംഗ്ല ചുരത്തിലേക്കുള്ള ഈ റോഡ് വെറും ഒരു സഞ്ചാര പാതയല്ല, മറിച്ച് ചൈനയുടെ ഏത് പ്രകോപനത്തിനും സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അസറ്റ് ആണ് എന്ന് വേണം പറയാൻ. ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന തന്ത്രപ്രധാനമായ ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും ഇതിന്റെ പിന്നിലെ സാങ്കേതിക വെല്ലുവിളികളും നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് ICBR പദ്ധതിയുടെ ഭാഗമായാണ് മുളിംഗ്ല റോഡ് നിർമ്മിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് തന്ത്രപ്രധാനമായ മുളിംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രിക്ക് വടക്കായി ടിബറ്റ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വർഷത്തിൽ ഭൂരിഭാഗവും സമയം മഞ്ഞുമൂടി കിടക്കുന്ന ഇടമാണ്. തന്ത്രപ്രധാനമായ ഈ റോഡിന്റെ പ്രത്യേകതകൾ ആദ്യം പരിശോധിക്കാം. ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബ്രോയുടെ കീഴിലാണ്. 16,000 അടി ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. മെഷീനുകൾ പോലും പ്രവർത്തിപ്പിക്കാൻ പ്രയാസമുള്ള ഇത്തരം മേഖലകളിൽ -20 ഡിഗ്രി തണുപ്പിനെ അതിജീവിച്ചാണ് നമ്മുടെ തൊഴിലാളികളും എഞ്ചിനീയർമാരും പണിയെടുക്കുന്നത്. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ മുൻപ് ദിവസങ്ങൾ എടുത്തിരുന്ന സൈനിക നീക്കം വെറും മണിക്കൂറുകളായി ചുരുങ്ങും. ചൈനയെ പ്രതിരോധിക്കാൻ നമുക്കൊരു വൈബ്രന്റ് വില്ലേജസ് പദ്ധതിയുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് തടയാനും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഉത്തരകാശിയിലെ നെല്ലാങ് ജാദുങ് മേഖലയിൽ 6 പുതിയ സ്ഥിരമായ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ഉത്തരാഖണ്ഡ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു നീക്കം ITBP, ഇന്ത്യൻ ആർമി എന്നിവയുമായുള്ള ഏകോപനം വർദ്ധിപ്പിക്കും. ലൈൻ ഓഫ് കൺട്രോളിലെ ശക്തി സമവാക്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ചൈന തങ്ങളുടെ ഭാഗത്ത് റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും അതിവേഗം വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് ICBR പദ്ധതിയുടെ 2ാം ഘട്ടം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയാണ്. മുളിംഗ്ല റോഡ് വരുന്നതോടെ ചൈനയുടെ ഏത് നീക്കവും നിരീക്ഷിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് ലഭിക്കും. ഇതോടൊപ്പം ടൂറിസവും പ്രാദേശിക വികസനവും വരും. അതായത് സൈനിക ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു റോഡ് ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. ഗംഗോത്രിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അതിർത്തിയിലെ ഈ മനോഹരമായ മലനിരകൾ കാണാൻ സാധിക്കുന്നത് പ്രദേശവാസികൾക്ക് വലിയ തൊഴിലവസരങ്ങൾ നൽകും. ഇനി എന്തുകൊണ്ട് ഈ റോഡ് പ്രധാനമാണ്? അതിർത്തിയിലെ അവസാന പോസ്റ്റുകളിലേക്ക് ടാങ്കുകളും കനത്ത ആയുധങ്ങളും എത്തിക്കാൻ ഈ റോഡ് അനിവാര്യമാണ്. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിൽ ചൈന വലിയ തോതിൽ റോഡുകളും ഹെലിപാഡുകളും നിർമ്മിച്ചിരുന്നു. ഇതിനു മറുപടിയായിട്ടാണ് ഇന്ത്യ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO വഴി യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തുന്നത്. മുളിംഗ്ല വഴി റോഡ് എത്തുന്നതോടെ ഉത്തരാഖണ്ഡ് അതിർത്തിയിലെ ചൈനീസ് നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ സൈന്യത്തെ അതിവേഗം വിന്യസിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഈ റോഡ് ചൈനയുടെ ടിബറ്റ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തുല്യമായ വികസനം നമ്മുടെ ഭാഗത്തും ഉറപ്പാക്കുന്നു. കൂടാതെ മഞ്ഞുകാലത്തും തടസ്സമില്ലാത്ത ഗതാഗതം ലക്ഷ്യമിട്ടുള്ള നിർമ്മാണമാണിത്. അടുത്തിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത 125 തന്ത്രപ്രധാന പദ്ധതികളുടെ തുടർച്ചയായിട്ടാണ് ഈ നീക്കത്തെ ലോകം കാണുന്നത്. ഉത്തരാഖണ്ഡിലെ നെല്ലാങ് ജാദുങ് മേഖലകളിൽ പുതിയ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പ്രദേശത്തെ വൈബ്രന്റ് വില്ലേജസ് പദ്ധതിക്ക് കൂടുതൽ കരുത്തേക്കും. ശരിക്കും മുളിംഗ്ല റോഡ് കേവലം ഒരു ഗതാഗത മാർഗമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കുന്നതിനുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈനയെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച തീരുമാനമാണിത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഹിമാലയൻ മലനിരകളിലെ വെല്ലുവിളികളെ തച്ചുടച്ച് ഇന്ത്യ മുന്നേറുകയാണ്. മുളിംഗ്ല റോഡ് പൂർത്തിയാകുന്നതോടെ ഉത്തരകാശി മേഖലയിലെ അതിർത്തി സുരക്ഷ ഒരു പുതിയ തലത്തിലേക്ക് ഉയരും. ചൈനയുടെ ഏത് തന്ത്രത്തിനും മറുതന്ത്രം മെനയാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. ചുരുക്കത്തിൽ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ റോഡ് നൽകുന്നത്. ഹിമാലയൻ മലനിരകളിലെ വെല്ലുവിളികളെ അതിജീവിച്ച് നമ്മുടെ BRO എഞ്ചിനീയർമാർ നടത്തുന്ന ഈ പ്രവർത്തനം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നേരിടാൻ നമ്മുടെ അതിർത്തികൾ ഇപ്പോൾ കൂടുതൽ സജ്ജമാണ്.